ഹായ് കൂട്ടുകാരെ, ക്ലാസ് മുറികളിലെ പഠനാനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ ഓൺലൈൻ ഓഫ്ലൈൻ വീഡിയോ ക്ലാസ്സുകളുമായി എത്തുകയാണ് ഞങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി 1ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ പ്രധാനമായും 9 അധ്യായങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഹിസ്റ്ററിയും, അടുത്ത 2 അധ്യായങ്ങൾ പൊളിറ്റിക്കൽ സയൻസും, അടുത്ത അധ്യായം സോഷ്യോളജിയും അല്ലെങ്കിൽ സമൂഹശാസ്ത്രവും. ഇങ്ങനെ 3 പാർട്ടായിട്ട് 9 അധ്യായങ്ങളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനായിട്ടുള്ളത്. അതിൽ 1ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ അധ്യായത്തിൻ്റെ പേര്, 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നുള്ളതാണ്. അതായത് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്നതാണ് 1ാമത്തെ അധ്യായത്തിൻ്റെ പേര്. ഈ 1ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ചരിത്രകാരനായ JD ബെർണലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടിയാണ് തുടങ്ങുന്നത്. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ മിഡിൽ ഏജ് വാസ് ആൻ ഇറ ഓഫ് ദ ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ വേൾഡ് വൈഡ്. ദ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ബ്രോട്ട് by the medieval life and its characteristics were the causes of the revolutionary changes in the 16th century. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ വേൾഡ് വൈഡ് അല്ലെങ്കിൽ ലോകത്താകമാനം നാഗരികതയുടെ വളർച്ച അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ വളർച്ച ഉണ്ടായ കാലഘട്ടമാണ് ഈ മധ്യകാലഘട്ടമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ ഇക്കണോമിക് ട്രാൻസ്ഫർമേഷൻ ബ്രോട്ട് ബൈ ദ medieval life and its characteristics were the causes of the revolutionary changes in the 16th century. 16ാം നൂറ്റാണ്ടിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ കാലഘട്ടത്തിലെ സാമ്പത്തിക പരിവർത്തനവും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതവുമായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ പുസ്തകം, അതായത് സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിഡീവൽ വേൾഡിലെ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കാനായി പോവുകയാണ്. ദ പീരീഡ് ബിറ്റ്വീൻ ദ 5th and the 15th centuries ഈസ് നോൺ ആസ് മിഡീവൽ വേൾഡ്. മിഡീവൽ വേൾഡ് എന്നറിയപ്പെടുന്നത് 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടം. അതായത് ക്രിസ്ത്യൻ ഇറ CE 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് മിഡീവൽ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്ത്യൻ ഇറ 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ എന്തെന്നറിയപ്പെടുന്നു? മധ്യകാലഘട്ടം അല്ലെങ്കിൽ മിഡീവൽ വേൾഡ് എന്ന് മിഡീവൽ പീരീഡ് എന്ന് അറിയപ്പെടുന്നു. ബട്ട് ദ ടേം മിഡീവൽ പീരീഡ് ഡസ് നോട്ട് റെഫർ ടു ദ സെയിം പീരീഡ് ആൾ ഓവർ ദ വേൾഡ്. പക്ഷേ ലോകത്തിൽ ആകമാനം ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം 5ാം നൂറ്റാണ്ടുകൾ 15ാം നൂറ്റാണ്ടുകളുടെ കാലഘട്ടം ആയിരുന്നില്ല. ലോകത്ത് എല്ലായിടത്തും മധ്യകാലഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് ഒരേ കാലഘട്ടത്തിലായിരുന്നില്ല. Even though the political structure of medieval world was similar, there were differences in the forms of authority and they were different in Europe, Asia, Africa, America during the medieval period. മധ്യകാലഘട്ടത്തിൽ ഓരോ പ്രദേശങ്ങളിലും കാലഘട്ടം വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു സോഷ്യൽ സ്ട്രക്ചർ ഏകദേശം ഒരുപോലെ ആയിരുന്നുവെങ്കിലും, സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹിക ഘടന ഒരുപോലെ ആയിരുന്നെങ്കിലും അധികാര രൂപങ്ങൾ ഒരുപോലെ ആയിരുന്നില്ല. ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലെയും അധികാര രൂപങ്ങളൊന്നും ഒരുപോലെ ആയിരുന്നില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ മധ്യകാലഘട്ടത്തിലെ അധികാര രൂപങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു, എന്ന് പറഞ്ഞു. അവയിൽ ചിലതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ അങ്ങോട്ട് പഠിക്കുന്നതെല്ലാം അത്തരത്തിലുള്ള ഓരോ പ്രദേശത്തും ഓരോ ഏരിയയിലും നിലനിന്നിരുന്ന അത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. പ്രധാനമായും ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഈസ്റ്റേൺ റോമൻ എംപയർ. ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് ഈസ്റ്റേൺ റോമൻ എംപയർ. രണ്ടാമതായിട്ടുള്ളത് ദ ഹോളി റോമൻ എംപയർ, the Arab Empire, the Ottoman Empire, the Mongol Empire, ചൈന ആൻഡ് ജപ്പാൻ, മിഡീവൽ അമേരിക്ക എന്നിങ്ങനെ ഇത്രയും ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യം. ഈസ്റ്റേൺ റോമൻ എംപയർ വ്യാപിച്ചു കിടന്നിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദ റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ആൻഷ്യന്റ് എംപയർ.
ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുരാതന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ റോമൻ എംപറർ ഡയോക്ലീഷ്യൻ ഡിവൈഡഡ് ദ എംപയർ ഇൻടു ടു ഇൻ ദ 4th century CE. അപ്പോൾ ക്രിസ്ത്യൻ ഇറ 4ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഭരണ സൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ രണ്ടായിട്ട് വിഭജിച്ചു. Thus there emerged into two Roman empires. അങ്ങനെ രണ്ട് റോമ സാമ്രാജ്യങ്ങൾ നിലവിൽ വന്നു. ദ വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് റോം. ഒന്നാമത്തത് വെസ്റ്റേൺ റോമൻ എംപയർ, റോം ക്യാപിറ്റൽ ആക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ റോം തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള വെസ്റ്റേൺ റോമൻ എംപയർ. രണ്ടാമത്തത് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. രണ്ടാമത്തത് ഈസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്നു, അല്ലെങ്കിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യമായിരുന്നു. ഇപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പഴയ പേര് ബൈസാന്റിയം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബൈസാന്റിയം എംപയർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ ശ്രദ്ധിക്കുക. Constantinople is located at the most strategic place in the Gulf of Bosphorus between the Mediterranean Sea and the Black Sea. This city was named after the Roman Emperor Constantine. It remained as the capital city even during the reign of the Ottoman Turks. It was a great center of art and architecture. At present, Constantinople is known by the name Istanbul. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫറസ് കടലിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൈനിന്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്തും കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു. കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. ഈസ്താംബുൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്. റോമൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയനെ കുറിച്ച് വിൽ ഡുറന്റ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫർഗെറ്റ് ദ വാഴ്സ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലാസ്. അതായത് ചരിത്രം അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളെ നീതിപൂർവം വിസ്മരിക്കുകയും അതേസമയം അത് അദ്ദേഹത്തിന്റെ നിയമസംഹിതയുടെ പേരിൽ അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് വിൽ ഡുറന്റ് തന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്. അതായത് അദ്ദേഹം ചെയ്ത യുദ്ധങ്ങളിലൂടെ അല്ല ജസ്റ്റീനിയൻ സ്മരിക്കപ്പെടുന്നത്, അത് നമ്മൾ നീതിപൂർവം അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളെ വിസ്മരിക്കും. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം രൂപീകരിച്ച നിയമസംഹിതയുടെ പേരിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക എന്നാണ് വിൽ ഡുറന്റ് പറഞ്ഞത്. The greatest contribution of Justinian is the codification of all the existing Roman laws into a code of law. അതായത് ഈ ജസ്റ്റീനിയന്റെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറഞ്ഞാൽ റോമിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കോഡ് ഓഫ് ലാ അവിടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു നിയമസംഹിത അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് ആ ഒരു പ്രവൃത്തിയിലൂടെയാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഈ കോഡ് ഓഫ് ലായെ അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിലൈസ് എന്നാണ് അറിയപ്പെടുന്നത്. Justinian's code is based on the principles of reasoning, justice and generosity. യുക്തി, നീതി, ഔദാര്യം എന്നിങ്ങനെ 3 കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ഈ നിയമസംഹിത തയ്യാറാക്കിയത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Justinian's code is based on the principles of reasoning, justice and generosity. അതായത് യുക്തി, നീതി, അതുപോലെ തന്നെ ഔദാര്യം എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ ഈ നിയമസംഹിത രൂപപ്പെടുത്തിയിരിക്കുന്നത്. മെനി നേഷൻസ് അഡോപ്റ്റഡ് ഇറ്റ് ഫോർ ഫ്രെയിമിംഗ് ദെയർ ലാസ്. നിരവധി രാജ്യങ്ങൾ അവരുടെ നിയമസംഹിത തയ്യാറാക്കുന്നതിന് ഈ ജസ്റ്റീനിയന്റെ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. ജസ്റ്റീനിയൻസ് കോഡ് ആൾസോ സെർവ്ഡ് ആസ് ദ ബേസ് ഫോർ ദ കോഡ് ഓഫ് ലാ ഓഫ് ദ ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ അദ്ദേഹത്തിന്റെ നിയമസംഹിത തയ്യാറാക്കുമ്പോൾ, നിങ്ങൾ അടുത്ത 10ാം ക്ലാസ്സിൽ നെപ്പോളിയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ നിയമസംഹിതയെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹം നിയമസംഹിത തയ്യാറാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനമായി എടുത്തിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബേസായി കണക്കാക്കി അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നത് ഈ ജസ്റ്റീനിയന്റെ നിയമസംഹിത ആയിരുന്നു. അടുത്തത് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് റൈറ്റ് സൈഡിൽ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് പീരിയഡൈസേഷൻ ഇൻ ഹിസ്റ്ററി. അതായത് ചരിത്രത്തിലെ കാലവിഭജനം. നമ്മളിങ്ങനെ ചരിത്രത്തിന്റെ ഓരോ കാലഘട്ടമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ചരിത്രം എന്നാൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ചരിത്രത്തെ എങ്ങനെ വിഭജിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഹിസ്റ്റോറിക് പീരീഡ് എന്നും പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നും ചരിത്രത്തെ വിഭജിച്ചിട്ടുണ്ട്. ചരിത്ര കാലഘട്ടമെന്നും ചരിത്രാതീത കാലഘട്ടമെന്നും വിഭജിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പുരാതന കാലഘട്ടമെന്നും ആധുനിക കാലഘട്ടമെന്നും മധ്യകാലഘട്ടമെന്നും ഇങ്ങനെ പീരിയഡൈസേഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. It was the Roman Empire which was taken as the base for the division of world history into different periods. The ancient period commences from the origin of human begins and ends with the downfall of the Western Roman Empire in 476 CE. The period up to the downfall of the Eastern Roman Empire in 1453 CE is considered as the medieval period. The modern period is from 1453 CE onwards. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കാറുള്ളത്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന CE 476 വരെയുള്ള കാലഘട്ടത്തെയാണ് പുരാതന കാലമെന്ന് വിളിക്കുന്നത്. അന്നു മുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ പതനം വരെ, അതായത് 1453 വരെ മധ്യകാലഘട്ടമായും പരിഗണിക്കുന്നു. എന്നാൽ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ഈ 1453 മുതലുള്ള കാലഘട്ടത്തെയാണ് 1453 മുതലുള്ള കാലഘട്ടത്തെയാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് 1453 മുതൽ ഉള്ള കാലഘട്ടത്തെ 1453 മുതലുള്ള കാലഘട്ടത്തെയാണ്. ആ 1453യുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നതും റോമാ സാമ്രാജ്യം തകരുന്നതുമായ കാലഘട്ടമാണ്. അപ്പോൾ അത് മുതൽ ഉള്ള കാലഘട്ടത്തെയാണ് ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ മോഡേൺ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ അതുവരെ 1453 വരെ മധ്യകാലഘട്ടമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റീനിയൻ തയ്യാറാക്കിയ കോഡ് ഓഫ് ലായെ അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിലൈസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് പ്രധാനമായും 3 പാർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ പാർട്ടിന് പറയുന്നത് ദ കോഡ് എന്നാണ്, രണ്ടാമത്തെ പാർട്ടിന് ദ ഡൈജസ്റ്റ് എന്നും, മൂന്നാമത്തെ പാർട്ടിന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നും പറയുന്നു. അപ്പോൾ 3 പാർട്ടുണ്ട്. എന്താണ് ദ കോഡ് എന്താണെന്ന് നോക്കുക. ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലാസ് പ്രിവൈൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ദ കോഡ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ദ ഡൈജസ്റ്റ്. ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ ജൂറിറ്റ്സ് റിഗാർഡിംഗ് ദ ലോസ്. അതായത് നിയമകർത്താക്കൾ പറയുന്ന, വിധി പറയുന്ന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ, നിയമകർത്താക്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ദ സ്മാൾ ബുക്ക് intended for the study of law. അതായത് നിയമത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ചെറിയ പുസ്തകത്തെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് 3ഉം ചേരുന്നതാണ് അദ്ദേഹത്തിന്റെ നിയമസംഹിത കോഡ് ഓഫ് ലാ ആയ കോർപ്പസ് ജൂറിസ് സിവിലൈസ് എന്ന് പറയുന്നത്. The Eastern Roman Empire began to decline after Justinian. ജസ്റ്റീനിയന്റെ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ തകരുവാൻ തുടങ്ങി, അല്ലെങ്കിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകരുവാൻ തുടങ്ങി. ഇറ്റ് കൊളാപ്സ്ഡ് വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് ഇൻ ദ 15th century. 15ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടിയാണ് ഈ സാമ്രാജ്യം തകർന്നത്. 15ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായ വർഷം പറയുന്നുണ്ട്. 1453 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനമായിട്ട് പറയുന്നത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. അവിടെ നമ്മൾ പ്രധാനമായും പഠിച്ചത് ജസ്റ്റീനിയൻ ചക്രവർത്തിയെയും അദ്ദേഹത്തിന്റെ കോഡ് ഓഫ് ലായെയും കുറിച്ച് പഠിച്ചു. പിന്നീട് ഈ സാമ്രാജ്യം തകരുവാൻ തുടങ്ങിയത് ജസ്റ്റീനിയന് ശേഷമായിരുന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് ശേഷമാണ് സാമ്രാജ്യം തകർന്നത്. അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, അല്ലെ അത് കൊളാപ്സ് ആയത്, തകർന്നത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടിയാണ്. അടുത്ത രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഹോളി റോമൻ എംപയർ. വിശുദ്ധ റോമാ സാമ്രാജ്യമാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ആ വിശുദ്ധ റോമാ സാമ്രാജ്യം എവിടെയൊക്കെയാണ് വ്യാപിച്ചു കിടന്നിരുന്നത് എന്നുള്ളത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മാപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അതിൽ നിന്ന് ലഭ്യമാണ്. The Western Roman Empire, with its capital at Rome, came to an end due to the continuous invasions of the
ജർമാനിക് ട്രൈബ്സ്. നമ്മൾ നേരത്തെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചു. അത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു തലസ്ഥാനം. കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ആ സാമ്രാജ്യം തകർന്നത് തുർക്കികളുടെ ആക്രമണത്തോടു കൂടിയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നതുപോലെ ഈ വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം തകരുന്നത് കണ്ടിന്യൂസ് ഇൻവേഷൻസ് ഓഫ് ദ ജർമാനിക് ട്രൈബ്സ്, ജർമാനിക് ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ്. ആക്രമണത്തിലൂടെയാണ് ഈ സാമ്രാജ്യം തകരുവാനുള്ള കാരണം. റോം കേന്ദ്രമാക്കി, റോം തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന വെസ്റ്റേൺ റോമൻ എംപയർ തകരുവാനുള്ള കാരണം നിരന്തരമായ ആക്രമണങ്ങളായിരുന്നു. ജർമാനിക് ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണമായിരുന്നു. ദ ടെറിട്ടറീസ് ഓഫ് ദ റോമൻ എംപയർ വെയർ ക്യാപ്ചേർഡ് ബൈ ഡിഫറെന്റ് നൊമാഡിക് ട്രൈബ്സ്. ഇത്തരത്തിൽ ആക്രമണത്തിന് ശേഷം ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളെല്ലാം വിവിധ നൊമാഡിക് ട്രൈബ്സ് അല്ലെങ്കിൽ നാടോടികളായ ആക്രമണകാരികൾ, ട്രൈബ്സ്, ഗോത്രവർഗക്കാർ അവരെന്ത് ചെയ്തു? അവരുടെ കൈവശം പിടിച്ചെടുത്തു അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാക്കി. ദ മോസ്റ്റ് പ്രോമിനന്റ് എമംഗ് ദം വാസ് ദ ഫ്രാങ്ക്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രാങ്കുകൾ എന്ന് പറയുന്നത്. ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രാങ്ക്സ് വാസ് ദ ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്ക്സ് സ്ഥാപിച്ച, ഈ ഫ്രാങ്കുകൾ സ്ഥാപിച്ച, ഈ നൊമാഡിക് പീപ്പിൾസ് ആയ, നൊമാഡിക് ട്രൈബ്സ് ആയ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തെ ഫ്രാങ്കിഷ് എംപയർ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രാങ്കിഷ് എംപയർ എന്നറിയപ്പെടുന്നു. ദ ഫേമസ് എംപറർ ഓഫ് ദ ഫ്രാങ്കിഷ് എംപയർ വാസ് ദ ഷാലമീൻ ഓഫ് ദ കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. അപ്പോൾ കരോലിഞ്ചിയൻ ഡൈനാസ്റ്റിയിലെ, കരോലിഞ്ചിയൻ രാജവംശത്തിലെ ഷാലമീൻ ആയിരുന്നു. അത് നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഷാൽ അമീൻ എന്നല്ല, അത് നിങ്ങൾ വായിക്കേണ്ടത് ഷാലമീൻ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ വായിക്കുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് വായിക്കും ഷാലമീൻ എന്നാണ്. ഷാലമീൻ എന്നാണ് ആ ചക്രവർത്തിയുടെ പേര്. അപ്പോൾ കരോലിഞ്ചിയൻ രാജവംശത്തിൽപ്പെട്ട ഷാലമീൻ ആയിരുന്നു ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി, ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി. ദ എംപയർ ഓഫ് ഷാലമീൻ വാസ് ലാർജർ ദാൻ ദ ഈസ്റ്റേൺ റോമൻ എംപയർ. ഈ ഷാലമീൻ്റെ അല്ലെങ്കിൽ ഷാർലമീൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വിശാലമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തെക്കാൾ, ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാൾ വളരെ വിശാലമായ സാമ്രാജ്യമായിരുന്നു. ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ III, ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദ കാത്തലിക് ചർച്ച്, ഫ്രം ദ ട്രൈബൽ അറ്റാക്ക് ഓഫ് ദ ലൊംബാർഡ്സ്. ലൊംബാർഡുകൾ എന്ന് പറയുന്ന ആക്രമണകാരികളിൽ നിന്നും കത്തോലിക്ക സഭയുടെ ആത്മീയ അധികാരിയായിരുന്ന പോപ്പ് ലിയോ III ആക്രമണത്തിൽ നിന്നും ഈ ഷാലമീൻ രക്ഷിക്കുന്നു. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദ പോപ്പ് ക്രൗൺഡ് ഹിം ആസ് ഹോളി എംപറർ, ഹോളി റോമൻ എംപയർ. ഇതിനൊരു പ്രത്യുപകാരം എന്ന വണ്ണോണം അദ്ദേഹത്തെ അല്ലെങ്കിൽ ഷാലമീനെ പോപ്പ് ഹോളി റോമൻ എംപയറിൻ്റെ ഭരണാധികാരിയായി നാമകരണം ചെയ്തു. Hence his empire came to be known as the Holy Roman Empire. അതിനുശേഷം ഈ സാമ്രാജ്യത്തെ ഹോളി റോമൻ എംപയർ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ പഠിച്ചത് വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ്. അത് തകരുവാനുള്ള കാരണം ജർമാനിക് ട്രൈബ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായ ആക്രമണമായിരുന്നു. ആ ട്രൈബ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഫ്രാങ്ക്സ്. ആ ഫ്രാങ്ക്സിലെ ഏറ്റവും ഫ്രാങ്സുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തെ ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്നറിയപ്പെടുന്നു. ഈ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ചക്രവർത്തിയായിരുന്നു ഷാർലമീൻ അല്ലെങ്കിൽ ഷാലമീൻ എന്ന് പറയുന്നത് കരോലിഞ്ചിയൻ രാജവംശത്തിൽപ്പെട്ട. അദ്ദേഹം ലിയോ III അല്ലെങ്കിൽ പോപ്പായിരുന്ന ലിയോ III ആക്രമണകാരികളിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ പ്രത്യുപകാരമായി അദ്ദേഹത്തെ പോപ്പ് ഹോളി റോമൻ എംപയറിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഹോളി റോമൻ എംപറായിട്ട് അദ്ദേഹത്തെ വാഴിച്ചു, അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി വാഴിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഷാർലമീൻ്റെ ഈ സാമ്രാജ്യത്തെ എന്തെന്നറിയപ്പെടാൻ തുടങ്ങിയത്? വിശുദ്ധ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ ഹോളി റോമൻ എംപയർ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങിയത്. ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺകറർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. ഒരു മികച്ച ഭരണാധികാരി എന്നതിലുപരി അദ്ദേഹം ഒരു മികച്ച ആക്രമണകാരിയുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ശക്തനായ ആക്രമണകാരി എന്നതിലുപരി അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയും കൂടെ. ഒരു ആക്രമണകാരി മാത്രമായിരുന്നില്ല, അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. He brought almost all the Western European regions under his way. അദ്ദേഹം ഏകദേശമുള്ള എല്ലാ യൂറോപ്യൻ പ്രദേശങ്ങളെയും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന്, വെസ്റ്റേൺ യൂറോപ്യൻ പ്രദേശങ്ങൾ, പൗരസ്ത്യ യൂറോപ്യൻ പ്രദേശങ്ങളെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നു.
He expanded his empire through political alliances and matrimonial alliances. അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് രണ്ട് മാർഗങ്ങളിലൂടെയായിരുന്നു. ഒന്ന് പൊളിറ്റിക്കൽ അലയൻസസിലൂടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും, മറ്റൊന്ന് മാട്രിമോണിയൽ അലയൻസസിലൂടെ അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളിലൂടെയും അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. വിവാഹ ബന്ധങ്ങളിലൂടെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ മകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം സ്വാഭാവികമായും ഇദ്ദേഹത്തിന് സ്വന്തമാകും. അത്തരത്തിൽ പണ്ട് കാലങ്ങളിൽ ഭരണാധികാരികൾ, ചക്രവർത്തികൾ, രാജാക്കന്മാർ നിരവധി പ്രദേശങ്ങളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇത്തരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ ഷാലമീൻ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച രണ്ട് രീതികളായിരുന്നു. ഒന്ന് പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്, വിവാഹ ബന്ധങ്ങൾ. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹം കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്സ്. കൗണ്ട്സ് എന്ന് പറയുന്ന ഓഫീസർമാരെ അദ്ദേഹം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൗണ്ട്സ് എന്ന് പറയുന്ന ഓഫീസർമാരെ അദ്ദേഹം നിയോഗിച്ചു. ടു കീപ് an effective checkup on the activities of the counts, he created a secret department named Missae Dominicae. മിസ്സൈ ഡൊമിനിസി എന്ന് പറയുന്ന ഒരു രഹസ്യ വിഭാഗത്തെ അദ്ദേഹം രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ കൗണ്ട്സ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം നേരെ നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി, അതിനെ ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു രഹസ്യ വിഭാഗത്തിന് രൂപം കൊടുത്തു, മിസ്സൈ ഡൊമിനിസൈ എന്ന് പറയുന്ന. റിലീഫ് ഫണ്ട്സ് വെയർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് ദ പുവർ. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി, സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് റിലീഫ് ഫണ്ടുകൾ അദ്ദേഹം രൂപീകരിച്ചു. A network of educational institutions was established under the leadership of ഷാലമീൻ. ഈ ഷാലമീൻ്റെ നേതൃത്വത്തിൽ നിരവധി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. The resultant intellectual awakening was known as the കരോലിഞ്ചിയൻ റിനൈസൻസ്. ഇതിൻ്റെ ഫലമായിട്ടുണ്ടായ ഈ നവോത്ഥാനത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പോൾ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷാലമീൻ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളുടെ ഫലമായിട്ട് സംഭവിച്ച മാറ്റങ്ങളെയാണ് കരോലിഞ്ചിയൻ റിനൈസൻസ് അല്ലെങ്കിൽ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലമീൻ, ദ ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡഡ് ആൻഡ് ഗ്രാജുവലി കൊളാപ്സ്ഡ്. ഇദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഷാലമീൻ സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യം ഡിവൈഡ് ചെയ്യപ്പെടുകയും അത് പിന്നീട് തകരുകയും ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ട് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അറബ് എംപയർ, ദ അറബ് എംപയർ, അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത് ദ റീജിയൻ വിച്ച് ഇൻക്ലൂഡഡ് ഇറാഖ്, ഇറാൻ ആൻഡ് സൗദി അറേബ്യ വാസ് നോൺ ആസ് അറേബ്യ. അറേബ്യ എന്നറിയപ്പെടുന്നത് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, ഈ മൂന്ന് പ്രദേശങ്ങളെയും ചേർത്താണ് സൗദി അറേബ്യ എന്ന് അറിയപ്പെടുന്നത്. The Arabs made outstanding contribution to the medieval world. മധ്യ കാലഘട്ടത്തിന് നിരവധിയായ സംഭാവന ചെയ്ത അല്ലെങ്കിൽ വിലയേറിയ സംഭാവന ചെയ്ത വംശമാണ് അറബികൾ. ഇറാനും ഇറാഖും സൗദി അറേബ്യയും ചേർന്നാണ് അറേബ്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ധാരാളം സംഭാവനകൾ നൽകിയവരാണ് അറേബ്യർ. അത് നമുക്ക് സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും ഒക്കെ അവർ നൽകിയ സംഭാവനകളെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ദ പൊളിറ്റിക്കൽ സ്പിയർ ആൾസോ ദേ കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട്. രാഷ്ട്രീയ രംഗത്തും അവർ നിരവധിയായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം വാസ് ദ ഹെഡ് ഓഫ് ദ അറബ് സ്റ്റേറ്റ്. ഇസ്ലാമികളുടെ പ്രവാചകനായ മുഹമ്മദ്, അദ്ദേഹം അറേബ്യൻ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെയും തലവനായിരുന്നു അദ്ദേഹം. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഇൻ 632 അറേബ്യ വാസ് റൂൾഡ് ബൈ ദ ഖലീഫ്. CE 632 മുഹമ്മദിന്റെ മരണശേഷം ഖലീഫകളായിരുന്നു അറേബ്യയുടെ ഭരണം ഏറ്റെടുത്തത്. During their reign, the Arab Empire was very vast, which included regions from Asia Minor to the Arabian Sea. Their capital was Medina. ഈ ഖലീഫകളുടെ കാലഘട്ടത്തിൽ ഈ സാമ്രാജ്യം വളരെയധികം വിശാലമായി. ഏഷ്യ മൈനർ മുതൽ അറേബ്യൻ സീ വരെ വ്യാപിക്കുന്ന വളരെ വിശാലമായ സാമ്രാജ്യമായിരുന്നു. അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മദീനയായിരുന്നു.
അപ്പോൾ ഇസ്ലാം വിഭാഗത്തിൻ്റെ തലവനായിരുന്ന, അവരുടെ ആത്മീയ ആചാര്യ പ്രവാചകനായിരുന്ന മുഹമ്മദ് അറേബ്യൻ സ്റ്റേറ്റിൻ്റെയും തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 632 CE 632 ക്രിസ്ത്യൻ ഇറ 632 അദ്ദേഹത്തിൻ്റെ മരണശേഷം ഖലീഫകളാണ് ഭരണം ഏറ്റെടുത്തത്. ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വളരെയധികം വർദ്ധിച്ചു. ആഫ്റ്റർ ദ early caliphs, Arabia was ruled by the Umayyad dynasty. ഖലീഫകൾക്ക് ശേഷം അറേബ്യ ഭരിച്ചത് ഉമയാദ് ഡൈനാസ്റ്റി ആയിരുന്നു. ദേ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ അറേബ്യ. അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നവരാണ് ഉമയാദ് ഡൈനാസ്റ്റി, ഉമയാദ് രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ അവർ കേന്ദ്രീകൃത ഭരണ സംവിധാനം അറേബ്യയിൽ കൊണ്ടുവന്നു. ദ ഗോൾഡ് കോയിൻ ദിനാർ ആൻഡ് ദ സിൽവർ കോയിൻ ദിർഹം വെയർ ഇഷ്യൂഡ് ബൈ ദ ഉമ്മയാസ്. ഉമ്മയാസുകളാണ് ഗോൾഡ് കോയിനായ ദിനാറും സിൽവർ കോയിനായ ദിർഹവും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഉമ്മയാദുകളായിരുന്നു. അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ദമാസ്കസ് ആയിരുന്നു. ആഫ്റ്റർ ദ ഉമ്മയാസ് ദ അബ്ബാസിദ്സ് ബിക്കെയിം ദ റൂളേഴ്സ്. അവർക്ക് ശേഷം, ഉമയാദുകൾക്ക് ശേഷം അധികാരത്തിൽ വന്നത് അബ്ബാസിദ് രാജവംശമായിരുന്നു, അബ്ബാസിദുകളായിരുന്നു. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ അബ്ബാസിദ്സ് ദ ക്യാപിറ്റൽ വാസ് ഷിഫ്റ്റഡ് ടു ബാഗ്ദാദ്. അബ്ബാസിദുകളുടെ കാലഘട്ടത്തിൽ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. അപ്പോൾ നേരത്തെ ഖലീഫകളുടെ കാലഘട്ടത്തിൽ മദീനയായിരുന്നു, ഉമയാദ് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ അത് ഡമാസ്കസ് ആയി. അടുത്ത അബ്ബാസിദുകളുടെ കാലഘട്ടത്തിൽ തലസ്ഥാനം ബാഗ്ദാദായി. ബാഗ്ദാദ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിൻ്റെ തലസ്ഥാനമാണ് ബാഗ്ദാദ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കാം മുഹമ്മദ് നബിയെക്കുറിച്ചും പ്രൊഫറ്റ് മുഹമ്മദിനെ കുറിച്ചും അതുപോലെ തന്നെ ആദ്യകാല ഖലീഫമാരെയും കുറിച്ച് നോക്കാം. ഓക്കെ, മുഹമ്മദ് വാസ് ബോൺ അറ്റ് മെക്ക ഇൻ 571 CE. He belonged to the Qurayshi tribe. Mecca was known as the holy city of Islam because of the opposition of the influential class of Mecca. Prophet Muhammad fled to Medina in 622 CE. This was known as Hijra. This event was the starting point of the Hijra era. നോക്കൂ, പ്രോഫറ്റ് മുഹമ്മദ് ജനിച്ചത് CE 571 മക്കയിലെ ഖുറൈശി ഗോത്രവംശത്തിലാണ് ജനിച്ചത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെടുന്നത്. മക്കയിലെ പ്രമാണി വർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തി. ഇതിനെയാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ വർഷം ആരംഭിച്ചത്. അപ്പോൾ മുഹമ്മദ് നബിയുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനം നടന്ന 622 CE 622 മുതലാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അടുത്തത് ഖലീഫമാർ, ആദ്യകാലത്തെ ഖലീഫമാർ ആരൊക്കെ നോക്കാം. ഏർലി ഖലീഫ്സ്: അബൂബക്കർ, ഒമർ, ഉസ്മാൻ, അലി എന്നിവരായിരുന്നു ആദ്യകാലത്തെ ഖലീഫമാരെന്ന് പറഞ്ഞാൽ. ഇവരുടെ ആ ഒരു ഭരണകാലഘട്ടവും അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. അബൂബക്കർ 632 CE മുതൽ 634 CE വരെയാണ്. ഒമർ 634 CE മുതൽ 644 വരെ. ഉസ്മാൻ 644 CE മുതൽ 656 വരെയും. അലി 656 മുതൽ 661 വരെയുമായിരുന്നു. ഇതായിരുന്നു ആദ്യകാലത്തെ ഖലീഫമാരുടെ ഭരണകാലഘട്ടം, ഖലീഫമാരും അവരുടെ ഭരണകാലഘട്ടവും എന്ന് പറയുന്നത്. The most famous ruler of the Abbasid dynasty was Harun al-Rashid. ഹാരൂൺ അൽ റഷീദ് ആയിരുന്നു അബ്ബാസിദ് ഭരണാധികാരികളിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്ന് പറയുന്നത്. ആസ് എ ബെനവലന്റ് റൂളർ ഹി ഇംപ്ലിമെന്റഡ് മെനി വെൽഫെയർ മെഷേഴ്സ്. ജനപ്രിയനായ അല്ലെങ്കിൽ എന്താണ് പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ തൻ്റെ സാമ്രാജ്യത്തിൽ നടത്തിയിരുന്നു. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ഹിസ് പീരീഡ് ദാറ്റ് ഹോസ്പിറ്റൽസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അറേബ്യ ഫോർ ദ ഫസ്റ്റ് ടൈം. അറേബ്യയിൽ ആദ്യമായി ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുന്നത്, ആശുപത്രികൾ നിലവിൽ വരുന്നത് ഈ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഹാരൂൺ അൽ റഷീദിന്റെ കാലഘട്ടത്തിൽ ആയിരുന്നു. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വാസ് based on the principles of Islam and the rule of law was strictly observed. ഈ നിയമ സംവിധാനങ്ങൾ ഇസ്ലാം മത തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി കർശനമായ നിയമ സംവിധാനങ്ങളായിരുന്നു അദ്ദേഹം അവിടെ നടപ്പിലാക്കിയിരുന്നത്. ദ പീപ്പിൾ വെയർ ഫ്രീ ടു ട്രാവൽ എനിവെയർ ഇൻ ദ എംപയർ വിത്തൗട്ട് ഫിയർ. ഒരു ഭയവുമില്ലാതെ ജനങ്ങൾക്ക് സാമ്രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് മുക്കിലും മൂലയിലും സഞ്ചരിക്കാമായിരുന്നു. ഇന്ന് നമ്മുടെ ആധുനിക രാഷ്ട്രങ്ങളിൽ പോലും ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു സേഫ്റ്റി അവിടെ ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്.
Harun al-Rashid established contacts with the Holy Roman Empire and sent ambassadors to the palace of Charlemagne. നമ്മൾ നേരത്തെ പഠിച്ച ചാർലമീൻ അല്ലെങ്കിൽ ഷാലമീൻ്റെ സാമ്രാജ്യത്തിൽ, വിശുദ്ധ റോമ സാമ്രാജ്യവുമായി ഇദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു. തൻ്റെ പ്രതിനിധികളെ, അംബാസഡർമാരെ അദ്ദേഹം വിശുദ്ധ റോമ സാമ്രാജ്യത്തിലേക്ക് അയച്ചിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വളരെ പ്രഗത്ഭനായ അബ്ബാസിദ് രാജവംശത്തിലെ വളരെ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഹാരൂൺ അൽ റഷീദ്. അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിരുന്നു. ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് അറേബ്യയിൽ ഒരു സ്കൂൾ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. വളരെ വെൽ സെറ്റപ്ഡ് ആയിട്ടുള്ളൊരു കോഡ് ഓഫ് ലാ സിസ്റ്റം, ഒരു നിയമ സംഹിത അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ആൾക്കാർക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചിരുന്നു. അദ്ദേഹം വിശുദ്ധ റോമ സാമ്രാജ്യവുമായിട്ട്, ഹോളി റോമൻ എംപയറുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അംബാസഡർമാരെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. അടുത്ത 4ാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഓട്ടോമൻ എംപയർ, ഓട്ടോമൻ സാമ്രാജ്യം. നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആ ഒരു സാമ്രാജ്യം തകരുവാനിടയായ കാരണം എന്താണെന്ന്, ഈസ്റ്റേൺ റോമൻ എംപയർ തകരുവാനിടയായ കാരണം എന്താണെന്ന്, തുർക്കികളുടെ ആക്രമണമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡൗൺഫോൾ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ? ഈസ്റ്റേൺ റോമൻ എംപയർ തകരുവാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 CE ബൈ ദ ടർക്കിഷ് ലീഡർ മുഹമ്മദ് II, ദ ഓട്ടോമൻ എംപയർ വാസ് സ്ട്രെങ്തൻഡ്. 1453 ഓട്ടോമൻ തുർക്കികൾ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, തുടക്കത്തിൽ പഠിച്ചതാണ്. ഓട്ടോമൻ എംപയർ അല്ലെങ്കിൽ ഈ ഓട്ടോമൻ സാമ്രാജ്യം, അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് II ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു 1453. അപ്പോൾ 1453 1453 പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് II പിടിച്ചെടുത്തതോടുകൂടി ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ബൈ ദെൻ many territories of Eastern Roman Empire had become a part of the Ottoman Empire. അതിനെ തുടർന്ന് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ഭാഗമായിരുന്ന പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന നിരവധി പ്രദേശങ്ങൾ തുർക്കികൾ അവരോടൊപ്പം ചേർത്തു, അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം അവരുടെ സാമ്രാജ്യത്തോടൊപ്പം ചേർത്തു. The Ottoman Empire reached its zenith during the time of Suleiman. സുലൈമാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഓട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും അത്യുന്നതിയിൽ എത്തുന്നത്. ഹി വാസ് കാൾഡ് അൽ ഖാനൂനി. അദ്ദേഹത്തെ അൽ ഖാനൂനി എന്നറിയപ്പെട്ടു. അതിൻ്റെ അർത്ഥം ലാ ഗീവർ അല്ലെങ്കിൽ നിയമദാതാവ് എന്ന അർത്ഥം വരുന്ന അൽ ഖാനൂനി എന്ന പേരിലാണ് സുലൈമാനെ അറിയപ്പെട്ടിരുന്നത്. ഹി കോഡിഫൈഡ് ദ ഓട്ടോമൻ ലാസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ എംപയർ. സാമ്രാജ്യത്തിൽ അദ്ദേഹം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു, കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവന്നു. അതുപോലെ തന്നെ കോഡിഫൈയിങ് ദ ലാ, അവിടെ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം അദ്ദേഹം ഏകീകരിച്ചു. അപ്പോൾ സുലൈമാൻ ചെയ്ത കാര്യങ്ങൾ പ്രധാനമായും എന്തായിരുന്നു? സംഹിതയെ ഉണ്ടാക്കി. ഓട്ടോമൻ സാമ്രാജ്യത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം കോഡിഫൈ ചെയ്തുകൊണ്ട് ഏകീകരിച്ചുകൊണ്ടൊരു നിയമസംഹിത ഉണ്ടാക്കി. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സാമ്രാജ്യത്തിനകത്ത് കൊണ്ടുവന്നു, കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവന്നു. During this period, many regions of Europe became part of the Ottoman Empire. ഈ കാലഘട്ടത്തിൽ നിരവധി യൂറോപ്യൻ പ്രദേശങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. Thus the Europeans realized the military strength of Asia through the Ottoman rulers. ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ അങ്ങനെ യൂറോപ്യന്മാർ ഏഷ്യക്കാരുടെ പോരാട്ട വീര്യം മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ യൂറോപ്യന്മാർക്ക് അതുവരെ ഏഷ്യക്കാരെക്കുറിച്ച് ഉണ്ടായിരുന്ന ധാരണ മാറ്റുവാൻ, അല്ലെങ്കിൽ ഏഷ്യൻ ജനങ്ങൾ പോരാട്ട വീര്യമുള്ളവരാണെന്ന് ബോധ്യപ്പെടുന്നതിന് ഈ ഓട്ടോമൻ സാമ്രാജ്യം കാരണമായി. കാരണം നിരവധിയായ യൂറോപ്യൻ പ്രദേശങ്ങളാണ് ഓട്ടോമൻ സാമ്രാജ്യം ആക്രമിച്ച് തങ്ങളുടെ വരുതിയിൽ ആക്കിയിരുന്നത്. ദ ഓട്ടോമൻ എംപയർ ഡിസിൻറ്റഗ്രേറ്റഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകരുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം തകരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയം
ആയിരുന്നു. നമുക്ക് ഓട്ടോമൻ എംപയറിനെ എന്താണെന്ന് നോക്കാം. ഓട്ടോമൻ എംപയർ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ റൈറ്റ് സൈഡിൽ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ദ ഓട്ടോമൻ എംപയർ. It was believed that the Ottoman Empire was founded towards the last part of the 13th century by one of the tribal leaders of Turkey, Usman. തുർക്കികളുടെ ഗോത്രവർഗ നേതാവായ ഉസ്മാൻ 13th സെഞ്ചുറിയിൽ സ്ഥാപിച്ചതാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ ഹി വാസ് കാൾഡ് ഉത്മാൻ ആൻഡ് ഇറ്റ് വാസ് ഫ്രം ദിസ് ദാറ്റ് ദ നെയിം ഓട്ടോമൻ വാസ് ഡിറൈവ്ഡ്. അദ്ദേഹത്തെ ഉത്മാൻ എന്നറിയപ്പെട്ടിരുന്നു. ഈ ഉത്മാനിൽ നിന്നുമാണ് ഓട്ടോമൻ എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ആ പേര് രൂപപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ദ മംഗോൾ എംപയർ, മംഗോളിയൻ സാമ്രാജ്യം. Mongolia is the region between Russia and China in Central Asia. മധ്യ ഏഷ്യയിലെ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മംഗോളിയ. ഇറ്റ് ഈസ് എ റീജിയൻ ക്യാരക്ടറൈസ്ഡ് ബൈ വാസ്റ്റ് മെഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടൻസ്. അതായത് വിശാലമായ പുൽമേടുകളും മരുഭൂമികളും അതുപോലെ തന്നെ പർവ്വതങ്ങളും ഉള്ള പ്രദേശമാണ് ഈ മംഗോളിയ എന്ന് പറയുന്നത്. The climate of Mongolia is extreme. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീമാണ്. എക്സ്ട്രീം ആണെന്ന് പറഞ്ഞാൽ സിവിയർലി ഹോട്ട് ഇൻ സമ്മർ സീസണിൽ വളരെ കഠിനമായ ചൂടും ആൻഡ് എക്സ്ട്രീംലി കോൾഡ് ഇൻ വിൻ്ററിൽ തണുപ്പാണെങ്കിൽ അങ്ങേയറ്റത്തെ തണുപ്പും ചൂടാണെങ്കിൽ അങ്ങേയറ്റത്തെ ചൂടും. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ. ഇത്രയും എക്സ്ട്രീം ക്ലൈമറ്റാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. The Mongols were nomads who lived in tents. ടെന്റുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടാരങ്ങളിൽ താമസിക്കുന്ന നൊമാഡ്സ് ആണ്, നാടോടികളാണ് മംഗോൾസ് എന്ന് പറയുന്നത്. There were different tribes among the Mongols who always roamed around on horses. അതായത് കുതിരപ്പുറത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടന്നിരുന്ന നാടോടികളായിരുന്നു ഇവർ. It was Genghis Khan who unified them and founded the Mongolian Empire. ചെങ്കിസ് ഖാനാണ് ഇവരെയെല്ലാം ഏകീകരിച്ചുകൊണ്ട് അവരെല്ലാം യൂണിഫൈ ചെയ്തുകൊണ്ട് മംഗോളിയൻ സാമ്രാജ്യത്തിന് രൂപം കൊടുക്കുന്നത് ചെങ്കിസ് ഖാൻ ആയിരുന്നു. The seat of Genghis Khan was the Karakoram on the banks of the river Onon in Siberia. സൈബീരിയയിലെ ഒനോൻ നദീതീരത്തുള്ള കാറക്കോറമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ കേന്ദ്രമെന്ന് പറയുന്നത്, ചെങ്കിസ് ഖാന്റെ ഭരണ കേന്ദ്രമെന്ന് പറയുന്നത്. The chief characteristic feature of the Mongol army was its strong cavalry. അവരുടെ ശക്തമായ കുതിരപ്പടയായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. The main attraction of the army was the small cannons which could be used while sitting on horseback. അതായത് കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ അവരുടെ ആ സൈന്യത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. അതുപോലെ ചെങ്കിസ് ഖാൻ ആൾസോ മെയിൻറ്റൈൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിയോണേജ്. അത് വളരെ സുസംഘടിതമായ ഒരു രഹസ്യ വിഭാഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചാര സംഘടന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. To connect the distant places of the empire with the administrative center, the Mongolians introduced a postal system using horses. അതായത് ആ സാമ്രാജ്യത്തിലെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുതിരയെ ഉപയോഗിച്ചുകൊണ്ടുള്ള തപാൽ സംവിധാനം അവർ നടപ്പിലാക്കിയിരുന്നു. This communication system was known as the courier. ഈ ഒരു ആശയവിനിമയ സംവിധാനത്തെ കൊറിയർ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ തൻ്റെ വിശാലമായ സാമ്രാജ്യത്തിലെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു തപാൽ സംവിധാനം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സിസ്റ്റത്തെ അറിയപ്പെടുന്നത് കൊറിയർ എന്നാണ്. ഈ ഒരു ആശയവിനിമയ സംവിധാനത്തെ അറിയപ്പെടുന്നത് കൊറിയർ എന്നായിരുന്നു. ദ കൊറിയർ സിസ്റ്റം ഓഫ് ചെങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. അതായത് വളരെ വേഗത്തിലും വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു കൊറിയർ സംവിധാനമായിരുന്നു ചെങ്കിസ് ഖാൻ ഇവിടെ നടപ്പിലാക്കിയത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ദ മാലി എംപയർ, മാലി സാമ്രാജ്യം. വളരെയധികം സുപരിചിതമായിട്ട് നമ്മൾ പഠിക്കാത്ത അല്ലെങ്കിൽ സുപരിചിതമല്ലാത്ത ഒരു സാമ്രാജ്യമാണ് ഇത്. നോക്കാം, ഈ മാലി സാമ്രാജ്യം എവിടെയൊക്കെയാണ് വ്യാപിച്ച് കിടന്നിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മാപ്പിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. The Mali Empire was one of the famous empires of medieval Africa. മിഡീവൽ ആഫ്രിക്കയിലെ, മധ്യ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മാലി സാമ്രാജ്യം. ദ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് മാലി ഇൻ വെസ്റ്റ് ആഫ്രിക്ക. വെസ്റ്റ് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ പശ്ചിമ ആഫ്രിക്കയിലെ മാലി ആയിരുന്നു ഇവരുടെ ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്നത്. കങ്കൻ മൂസ വാസ് എ ഫേമസ് റൂളർ ഓഫ് മിഡീവൽ ആഫ്രിക്ക ഹു വാസ് known in European records as Mansa Mousa. യൂറോപ്യൻ രേഖകളിൽ, ചരിത്രത്തിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ
മൻസ മൗസ എന്ന് അറിയപ്പെടുന്ന കങ്കൻ മൂസയാണ് ഈ മാലി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത്. കങ്കൻ മൂസ. മാലി ഹാഡ് huge treasures of gold and hence it was a very wealthy region at that time. മാലി എന്ന് പറയുന്നത് ഗോൾഡ് കൊണ്ട് വളരെ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഒരു വെൽത്തി റീജിയൻ ആയിട്ട് ഒരു സമ്പന്ന പ്രദേശമായിരുന്നു മാലി. തിംബുക്തു in the empire of Mali was the most important cultural and commercial center of medieval Africa. ഈ മാലി സാമ്രാജ്യത്തിലെ തിംബുക്തു എന്ന് പറയുന്ന പ്രദേശം അന്നത്തെ പ്രധാനപ്പെട്ടൊരു സാംസ്കാരിക വ്യാപാര കേന്ദ്രമായിരുന്നു. കൊമേഴ്സ്യൽ സെൻ്റർ ആയിരുന്നു, കൾച്ചറൽ സെൻ്റർ ആയിരുന്നു, ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു. മർച്ചൻസ് ഫ്രം വെനീസ്, ഗ്രാനഡ and Genova reached Timbuktu for marketing their merchandise such as gold and ivory. അപ്പോൾ ഇവിടെ നിന്നും ഗോൾഡ്, ഐവറി തുടങ്ങിയ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി പല പ്രദേശങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് വെനീസ്, അതുപോലെ തന്നെ ഗ്രാനഡ, ജനോവ തുടങ്ങിയ പ്രദേശങ്ങൾ, വെനീസ്, ജനോവ എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട ഇറ്റലിയിലെ പ്രധാനപ്പെട്ട വ്യാപാര നഗരങ്ങളായിരുന്നു. അവിടെ നിന്നുള്ള കച്ചവടക്കാർ വന്നിരുന്നു ഈ മാലിയിലെ തിംബുക്തു എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഗോൾഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്, വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഇറ്റ് വാസ് ആൾസോ എ സെൻറ്റർ ഓഫ് സ്ലേവ് ട്രേഡ്. അതുപോലെ തന്നെ ഇത് അടിമ വ്യാപാരത്തിൻ്റെ അല്ലെങ്കിൽ അടിമ കച്ചവടത്തിൻ്റെയും ഒരു കേന്ദ്രമായിരുന്നു. The University of Timbuktu was one of the leading centers of knowledge of that period. ആ കാലഘട്ടത്തിലെ ഒരു അറിവിൻ്റെ കേന്ദ്രമായിരുന്നു ഈ തിംബുക്തുവിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാല എന്ന് പറയുന്നത്. The university attracted students from all part of the world. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഈ യൂണിവേഴ്സിറ്റി ആകർഷിച്ചിരുന്നു. The great mosque constructed by Kangan Musa at Timbuktu was the leading center of Islamic studies during the medieval period. മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഈ തിംബുക്തുവിൽ കങ്കൻ മൂസ നിർമ്മിച്ച മോസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഗ്രേറ്റ് മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. തിംബുക്തുവിലാണ് ഈ ഗ്രേറ്റ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. മാലിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായ, വാണിജ്യ കേന്ദ്രമായ, എഡ്യൂക്കേഷൻ സെന്ററായ, കൾച്ചറൽ സെന്ററായ തിംബുക്തുവിൽ കങ്കൻ മൂസ സ്ഥാപിച്ച ഒരു ഗ്രേറ്റ് മോസ്ക് അല്ലെങ്കിൽ ഗ്രേറ്റ് മോസ്ക് എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക പഠനത്തിൻ്റെ കേന്ദ്രവും കൂടിയായിരുന്നു. അപ്പോൾ മധ്യ ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്കാരമായിരുന്നു ഈ മാലി സാമ്രാജ്യം എന്ന് പറയുന്നത്, മാലി സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ചൈന ആൻഡ് ജപ്പാൻ. China and Japan were the countries in Asia where efficient administrative system existed during the medieval period. മധ്യ കാലഘട്ടത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്ന ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങളാണ് ജപ്പാനും ചൈനയും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ മാപ്പ് കൊടുക്കുന്നുണ്ട്. ആ മാപ്പിൽ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളെ ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കുക, രാജ്യങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ദ മിഡീവൽ പീരീഡ് ചൈന വാസ് റൂൾഡ് ബൈ ദ ടാങ് ഡൈനാസ്റ്റി. മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ചൈന ഭരിച്ചിരുന്നത് ടാങ് ഡൈനാസ്റ്റി ആയിരുന്നു. ദ സോവറിനിറ്റി ഓഫ് ദ കൺട്രി വാസ് വെസ്റ്റഡ് ഇൻ ദ എംപറർ. രാജ്യത്തിൻ്റെ പരമാധികാരം ചക്രവർത്തിയുടെ കരങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ ചക്രവർത്തിക്കായിരുന്നു രാജ്യത്തിൻ്റെ പരമാധികാരം. സ്റ്റേറ്റ് ഒഫീഷ്യൽസ് വെയർ സെലക്ടഡ് ആഫ്റ്റർ കണ്ടക്ടിങ് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സലൻസ്. എഡ്യൂക്കേഷൻ്റെയും എക്സലൻസിൻ്റെയും അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് നടത്തിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നത്. നമ്മൾ മത്സര പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് മത്സര പരീക്ഷകളിലൂടെയാണ്. പോലെയുള്ള PSC നടത്തുന്ന മത്സര പരീക്ഷകളിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്, കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ടാങ് രാജവംശം ചൈന ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഒഫീഷ്യൽസിനെ അവർ നിയമിച്ചിരുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നത് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. The Tang rulers were tolerant towards all religions and
വെയർ ഗ്രേറ്റ് പ്രൊമോട്ടേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എല്ലാ മതങ്ങളോടും ടോളറൻസ് അല്ലെങ്കിൽ സഹിഷ്ണുത പുലർത്തിയിരുന്നവരായിരുന്നു ഈ ടാങ് ഭരണാധികാരികൾ. അതോടൊപ്പം തന്നെ ദ ഗ്രേറ്റ് പ്രൊമോട്ടേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വ്യാപാരത്തെയും അതുപോലെ വാണിജ്യത്തെയും വ്യാപാരത്തെയും വളരെയധികം അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ വളരെ സെക്യുലാറിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു സെക്യുലാറിസം അവിടെ നിലനിർത്തിയിരുന്നു, ഒരു മതനിരപേക്ഷത നിലനിർത്തിയിരുന്ന ഭരണാധികാരികളായിരുന്നു ഇവർ. അതോടൊപ്പം തന്നെ അവർ വാണിജ്യത്തെയും വ്യവസായത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആഫ്റ്റർ ദ ടാങ് ഡൈനാസ്റ്റി, ചൈന വാസ് റൂൾഡ് ബൈ ദ സോങ്, മിങ് ആൻഡ് മാഞ്ചു ഡൈനാസ്റ്റീസ്. അവരെ തുടർന്ന് അല്ലെങ്കിൽ ടാങ് രാജവംശത്തെ തുടർന്ന് അവിടെ അധികാരം നടത്തിയത് സോങ് ഡൈനാസ്റ്റി, മിങ് ഡൈനാസ്റ്റി ആൻഡ് മാഞ്ചു ഡൈനാസ്റ്റി. ഈ മാഞ്ചു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചൈനീസ് റവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മാഞ്ചു ഡൈനാസ്റ്റിയെക്കുറിച്ച് പഠിക്കും. ചൈന ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളിൽ ഒന്നായിരുന്നു മാഞ്ചു ഡൈനാസ്റ്റി. ഇതാണ് മധ്യകാല ചൈനയുടെ ഒരു ചെറിയ വിവരണം എന്ന് പറയുന്നത്. അടുത്ത ജപ്പാൻ. ദ മിഡീവൽ ജപ്പാൻ ആൾസോ ദ എംപറർ വാസ് ദ സുപ്രീം ഹെഡ് ഇൻ ദ പൊളിറ്റിക്കൽ അഫയേഴ്സ്. മിഡീവൽ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലെ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം രാജാവിന് തന്നെയായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള അധികാരം. എന്നാൽ ബട്ട് ദ അഡ്മിനിസ്ട്രേഷൻ വാസ് ഓവർ റൂൾഡ് ബൈ ദ ഫ്യൂഡൽ ലോർഡ്സ് നോൺ ആസ് ഷോഗൺസ്. പക്ഷേ ഷോഗൺസ് എന്നറിയപ്പെടുന്ന അവിടുത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഈ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നു. ചക്രവർത്തിമാരുടെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് അവിടുത്തെ ഷോഗൺസ് എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ ലോർഡ്സ് ആയിരുന്നു. ലാൻഡ് വാസ് അണ്ടർ ദെയർ കൺട്രോൾ. ഭൂമി അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇറ്റ് വാസ് അണ്ടർ ദ ഷോഗൺസ് ദാറ്റ് ടോക്കിയോ എമർജ്ഡ് ആസ് ദ സെന്റർ ഓഫ് പവർ. ഈ ഷോഗൺസിന്റെ കീഴിൽ ടോക്കിയോ ഒരു പ്രധാനപ്പെട്ട സെന്ററായിട്ട്, കേന്ദ്രമായിട്ട്, അധികാരത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് ടോക്കിയോ മാറി. ടോക്കിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ജപ്പാന്റെ തലസ്ഥാനമാണ് ടോക്കിയോ എന്ന് പറയുന്നത്. ഈ ടോക്കിയോ ഒരു അധികാര കേന്ദ്രമായി മാറിയത് ഈ ഷോഗൺസ് എന്ന് പറയുന്ന ഫ്യൂഡൽ ലോർഡ്സിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അധികാരത്തിന് കീഴിൽ ആയിരുന്നു. അപ്പോൾ നാം ഇത്രയും സമയം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനെ ഒരു ബ്രീഫായിട്ട് അതിനെ എന്താണെന്ന് നമുക്ക് ഈ ഒരു ചാർട്ടിലൂടെ നോക്കാം. നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കുക. ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ഇൻ ദ മിഡീവൽ വേൾഡ്. സിഗ്നിഫിക്കന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് അമേരിക്ക ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ദീസ് റീഫോംസ് ആൻഡ് സെന്റേഴ്സ് ഓഫ് പവേഴ്സ് ഗവ് എ വിഗർ ടു ദ മാർച്ച് ടുവേഴ്സ് ദ മോഡേൺ ഏജ്. അപ്പോൾ മോഡേൺ ഏജിലേക്കുള്ള ഒരു കാൽവയ്പ് ഈ കാലഘട്ടം, നമ്മൾ മധ്യകാലഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് മോഡേൺ കാലഘട്ടത്തിലേക്കുള്ള, ആധുനിക യുഗത്തിലേക്കുള്ള കാൽവയ്പായിരുന്നു. നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഈസ്റ്റേൺ റോമൻ എംപയർ. അവിടെ നമ്മൾ പ്രധാനമായും ഓർമ്മിക്കേണ്ടത് ജസ്റ്റീനിയൻ ചക്രവർത്തി ചെയ്ത ഭരണ പരിഷ്കാരങ്ങൾ. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഹോളി റോമൻ എംപയർ, വിശുദ്ധ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചു. അവിടെ ചാർലമീൻ അല്ലെങ്കിൽ ഷാലമീൻ എന്ന് പറയുന്ന ഭരണാധികാരിയെയാണ് നമ്മൾ പ്രധാനമായും പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് നമ്മൾ അവിടെ പ്രധാനമായും ഓർമ്മിക്കേണ്ടത്. മൂന്നാമത് അറേബ്യൻ എംപയർ, അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചു. അവിടെ പ്രധാനമായും നമ്മൾ എടുത്ത് പഠിച്ച ഒരു പേരാണ് ഹാരുൺ അൽ റഷീദ്. ആ ഭരണാധികാരി, അദ്ദേഹം നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ. അടുത്ത നാലാമത് നമ്മൾ പഠിച്ച ഓട്ടോമൻ എംപയറിനെ കുറിച്ചാണ് പഠിച്ചത്. ഓട്ടോമൻ സാമ്രാജ്യം, അവിടെ ഒരു ഭരണാധികാരിയെ, ഓട്ടോമൻ എംപയറിലെ രണ്ടുപേരെ കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായി നമ്മൾ പഠിച്ചത് സുലൈമാൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അടുത്തതായിട്ട് നമ്മൾ അഞ്ചാമത്തെ ടോപ്പിക്കായി നമ്മൾ പഠിച്ചത് മംഗോളിയൻ എംപയർ ആയിരുന്നു, മംഗോളിയൻ സാമ്രാജ്യം. അവിടെ മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭരണാധികാരിയായി നമ്മൾ പഠിച്ചത് ചെങ്കിസ് ഖാനെ കുറിച്ചായിരുന്നു, അത് ഓർമ്മിക്കുക. അടുത്ത് നമ്മൾ പഠിച്ചത് മാലി സാമ്രാജ്യം കങ്കൻ മൂസ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് മാലി സാമ്രാജ്യം, ഓർമ്മിക്കുക. അടുത്ത നമ്മൾ മിഡീവൽ അമേരിക്കയിൽ നമ്മൾ പ്രധാനമായും അതായത് നോർത്ത് അമേരിക്കൻ സിവിലൈസേഷൻസിനെ കുറിച്ചും സൗത്ത് അമേരിക്കൻ സിവിലൈസേഷൻസിനെ കുറിച്ചുമുള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മൾ അവിടെ പഠിച്ചത്. അവിടെ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത് യൂറോപ്യന്മാർ അവരെ കോളനികളാക്കിയതും അവരുടെ തദ്ദേശവാസികളെ നശിപ്പിച്ചതും സംസ്കാരത്തെ നശിപ്പിച്ചതും. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഖനികൾ സ്ഥാപിച്ചു, പ്ലാന്റേഷൻ സ്ഥാപിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഫാൾ ഓഫ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന അതെങ്ങനെയായിരുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇത്രയുമാണ് നമ്മൾ ഇത്രയും സമയം പഠിച്ച കാര്യങ്ങൾ. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 1ാമത്തെ അധ്യായത്തിലെ വിശദമായ വിവരമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പുസ്തകം കൂടെ എടുത്തു വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായി ഇത് റിവൈസ് ചെയ്യുക. ഇതിനകത്തുള്ള ഓരോ
ഓരോ ടോപ്പിക്കിലും നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് എന്തൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ധാരാളം സമയം ഈ ദിവസങ്ങളിലുണ്ട്. ആ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓരോ ടോപ്പിക് ബേസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ടോപ്പിക് ബേസ് ഓരോന്നും നിങ്ങൾ നോക്കുക. ഓരോന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒരു ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും, അതിൽ എത്ര ആൻസർ കണ്ടെത്താൻ സാധിക്കും, വൺ വേർഡ് എല്ലാം നിങ്ങൾ കണ്ടെത്തി എഴുതി നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ അത് എഴുതി സൂക്ഷിക്കുക. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അടുത്ത വർഷം ഇതിൻ്റെ കണ്ടിന്യൂഷൻ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുക, പഠിക്കുക. നല്ല വിജയമുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ നിങ്ങൾ പഠനത്തിനും നിങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾക്കുമായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. നല്ല വിജയമുണ്ടാകട്ടെ. ഇത് 10ാം ക്ലാസ്സിലേക്കുള്ള അടുത്ത നിങ്ങളുടെ ഒരു ചവിട്ടുപടിയായി മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ പഠനാനുഭവത്തെ സഹായിച്ച ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ മറക്കരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ നിങ്ങൾ സന്ദർശിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തുകയും വേണം. കൂടുതൽ നല്ല വീഡിയോകളും ക്ലാസ്സുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്.